ഗുഡ് മോർണിംഗ്. എന്താ വിളിക്കണ? ക്ലാസ്സില്ലേ? ക്ലാസ്സിൽ പോടാ. ഓടാവില്ലേ ഓരോ കോഴികളെ. പറഞ്ഞാ മതി. എന്താണ് പരിപാടി? പ്രിപ്പറേഷൻ. പോയടാ. പോടാ. ആ മോളെ, ആമ്പിള്ളേരെ വിശ്വസിക്കരുതാ, പറ്റിക്കോ മതി. പാവം കുട്ടി. സാറേ സാറേ റെക്കോർഡ്. എന്താണിത്? ഇതെന്താണിത്? ക്ലാമ്പല്ലേ? ക്ലാമ്പിന് വരെ പോകും. ആ എന്നെ കൊണ്ടൊന്ന് പറയരുത്. പോടാ ക്ലൂമ്പേ. ആ വെറുതെ മനുഷ്യനെ പ്രലോഭിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്താണ്? സാറേ റെക്കോർഡ് ബുക്ക് വേണം നിർബന്ധമുണ്ടോ? റെക്കോർഡ് തീർന്നടാ, നീ തീർന്ന് പോയിക്കോ. എന്റെ മുമ്പിൽ പോയിക്കോ. കാണാനില്ലെന്ന് പുല്ലൻ. ഗുഡ് മോർണിംഗ് സർ. റെക്കോർഡ്. അയ്യോ ഇങ്ങ് തന്നോളൂ. ഒരുപാട് പേര് ചേർന്ന് ഇത് കൃതിയല്ലേ? ഈശ്വര, എന്താണിത്? ഇതിലൊന്നുമില്ലല്ലോ. ക്ലാസ്സിലും വരില്ല. ഇയാൾ എക്സാം എഴുതണ്ട. കഷ്ടപ്പെട്ട് എഴുതിയാന്നറിയോ? ഇവിടെ നിന്ന് ചാടണ്ട. അതിലെ പതുക്കെ പോയി എടുത്താൽ യൂണിഫോം പോലും ഇടില്ല. ആ ഒരു കണക്കിന് നന്നായി. ആ കോഴി സോമനന്റെ റെക്കോർഡ് എടുത്ത് പറഞ്ഞു. പറയാ പരീക്ഷ എഴുതിക്കില്ലാന്ന്. നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ച് സ്നേഹം കൊടുത്തപ്പോ സൈനൊക്കെ തന്നെ വന്നു. സ്നേഹോ? ആ കോഴി സോമന് കുറച്ച് അരിയിട്ട് കൊടുത്ത കോഴി പിന്നെ എന്തും ചെയ്യും. ഈ കോഴിനെ വറക്കും. സർ, താൻ എന്തിനീ റെക്കോർഡ് ബുക്കും കൊണ്ട് പിന്നെ വന്നത്? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടാ. ആ അത് കാണാൻ വേണ്ടി തന്നെയാ വന്നത്. എന്ത്? സാറിന് ദേഷ്യം വരുന്ന കാണാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റൈലാണ്. അതെ, എന്തിനാ എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്? ചെറിയൊരു എന്റർടൈൻമെന്റ് ഒക്കെ ആയിക്കോട്ടെ. എനിക്കും എന്റർടൈൻമെന്റ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ തന്റെ എന്റർടൈൻമെന്റ് ഫുൾ ടൈം സിനിമ നോക്കല്ലേ? ആ ഇനിയിപ്പോ എന്താ, ഞാൻ ഇന്ന് രാത്രിയും പോയായിരുന്നു സെക്കൻഡ് ഷോയ്ക്ക്. പിന്നെ കമ്പനി ഇല്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. സെക്കൻഡ് ഷോയ്ക്കാണോ? സെക്കൻഡ് ഷോയ്ക്കാണെങ്കിൽ ഞാൻ ഫ്രീ. ആക്ച്വലി സ്റ്റുഡൻസ് ആയിട്ടൊക്കെ മിങ്കിൾ ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടം. ഞാൻ ടിക്കറ്റ് ബുക്ക്. പിന്നെന്താ? എത്ര പഠിക്കാം? തിയേറ്റർ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഏതാ പടം? സെക്സ് ആൻഡ് ദി സിറ്റി. ആണോ? സൂപ്പർ പടം. ആ റെക്കോർഡിംഗ് ഒക്കെ ഞാൻ തന്നെ എഴുതിക്കൊള്ളാട്ടെ. ശരി, അപ്പൊ രാത്രി കാണാം. ഓക്കെ. പാവം കുട്ടിയല്ലേ? സെക്സ് ആൻഡ് ദി സിറ്റി. ഓ കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി. ഇതെവിടെ പോയി ഈ സമയത്ത്? ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഈ സമയത്തോ? ആ ഒരു സ്പെഷ്യൽ കെയർ വേണ്ട കുട്ടിയാ. അയ്യോ സൂക്ഷിക്കണേ. ഞാൻ ചോദിക്കട്ടെ, ഈ പാതിരാത്രിക്ക് സ്പെഷ്യൽ? അതെ. ഓ പുറകേന്ന് വിളിച്ചു നാശം. നീ എന്റെ മൗത്ത് സ്പ്രേ എടുത്തേ. ചില സമയത്ത് ഷൂസ് പോലും കയറൂല. അല്ലേ വേണ്ട, മൗത്ത് സ്പ്രേ വേണ്ട. പാവം കുട്ടി ഒറ്റക്കിരുന്ന് വിഷമിക്കും. ഇങ്ങനക്ക് ഇതെന്താ പറ്റിയേ? മലരേ മലരേ നിന്നെ ഈ മലരന്മാർക്ക് എന്ത് കൂടെ? ഗുഡ് മോർണിംഗ്. എന്റെ പ്രിയപ്പെട്ട സഹപാഠികളെ, ക്ലാസിന്റെ സ്ട്രെസിന്റെ ഒക്കെ ഇടയിൽ ജസ്റ്റ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും സെക്കൻഡ് ഷോ ഓഫർ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സോമൻ സാറിന് നിങ്ങളുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചോളൂ. കയ്യടിയടാ. എന്താണ് സാറിന്റെ വണ്ടി പാർക്ക് ചെയ്ത കാർഡ് സാറ് പൊക്കിക്കൊണ്ട് വാടാ. നിന്റെ കുഞ്ഞമ്മ കൂടെ കൊറ. അവസാനം ഒരു മുത്തം കൊടുക്കാൻ പോലും കഴിയാതെ എനിക്കവര് തന്നില്ല. നിക്കടെ അവിടെ. സോറി. നിനക്ക് രാത്രി ഉറക്കമില്ല അല്ലേ? ഇവിടെ നിക്ക്.
ഇവിടെ കാവല് നിക്ക് കേട്ടോ. ആ സെക്യൂരിറ്റി പറഞ്ഞു വിട്ടേക്ക്, നാളെ മുതൽ ഇവിടെ നിന്നോളൂ. ആ അവിടെ നിക്കാൻ. എടീ പണി കിട്ടിയല്ലേ? നീ ഞങ്ങളെ കൂട്ടാതെ പടത്തിന് പോയതല്ലേ, നീ അവിടെ നിൽക്ക്. ഹായ് അമ്പിളിമാമൻ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. സൂപ്പർ സൂപ്പർ, വെരി ഗുഡ്. തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ ഏകാന്ത ചന്ദ്രികേ ആരാടി അവിടെ? കുരുത്തം കെട്ടത്. നാളെ രാവിലെ മുതൽ നിന്നെ ഇവിടെ കാണാൻ പാടില്ല, മനസ്സിലായോ? കേറി പോടി, വിട്ടോണം വീട്ടിലോട്ട്. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് കടുവ പിടിച്ച് നാട് കടത്തപ്പെട്ട ഞാൻ എൻ്റെ തറവാട്ടിലെത്തി. അതായത് സാക്ഷാൽ ആക്കാമ്പറമ്പിൽ ചാക്കോ ചേട്ടന്റെ വീട്. ചന്തിക്ക് വെയിലടിച്ചിട്ട് എഴുതിട്ട് പോടാ. നീ ഇതപ്പോ വന്ന് പതുക്കെ ചവിട്ടിക്കൂടെ രാവിലെ പ്രാവശ്യം എന്തായിരുന്നു വകുപ്പ്? ഒരു പാട്ട് പാടി അതിനാ പുറത്താക്കി. പാട്ട് പാടിയത് ആരെ വിളിക്കുമ്പോ അറിയാം. കഴിച്ചായിരുന്നാ? ആ ഇഷ്ടവും പാലപ്പൂരി പെണ്ണെടുത്ത് കഴിക്കും. മിയാമി ബീച്ചിൽ മിയാ ഖലീഫ കിടക്കണ പോലെ കിടക്കണ ഈ മുതലാണ് ഇത് കുട്ടമ്പിള്ള. KSRTC പഴയ വലിയ പുള്ളിയാ. ഇപ്പൊ വട്ടം സ്വസ്ഥം സമാധാനം. രക്ഷകനില്ലാതെ KSRTC കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകളുടെ എണ്ണം കൂടുന്നു. KSRTC പൊട്ടിപ്പണ്ടാരമടങ്ങാൻ പോകുന്നു. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എടാ, ഈ കുട്ടമ്പിള്ള ജീവിച്ചിരിക്കുമ്പോ KSRTCക്ക് ഒരു സുഖം സംഭവിക്കില്ല. ബ്ലഡി ഫോൾ കാണിച്ചു തരണം അതിന്റെ മക്കളെ. അങ്ങനെ KSRTCയെ തോപ്പിക്കാൻ ആരും നോക്കണ്ട. കുട്ടമ്പിള്ള ജീവിച്ചിരിക്കുമ്പം എന്റെ മോളെ വീട്ടിൽ പോവാം. ഇപ്പെത്തും. നാളത്തെ കാര്യം വല്ലതും ചെയ്തിട്ടുണ്ടോ? അറിയാൻ വന്നല്ലോ പരമാക്രി. എവിടെ ആയിരുന്നു? ഒന്നുമില്ല, പോലീസുകാരായിട്ട് ചെറിയൊരു മീറ്റിംഗ്. ഓ, നന്നായിട്ട് കിട്ടിക്കാണും. എന്നിട്ട് എന്താന്ന് പറ. എന്നെ കൊണ്ട് അവര് മടുത്തു. അവസാനം ഇറക്കി വിട്ടു. പിള്ളേരല്ലേ, ഞാനും പോട്ടെ എന്ന് വെച്ചു. നിനക്ക് അമേരിക്കയിൽ ഒരു കൂട്ടുകാരനല്ലേ മറ്റേ രാഹുലേട്ടൻ? പുള്ളി ഭയങ്കര കോടീശ്വരനല്ലേ? നമുക്കേ എന്താ പറഞ്ഞേ? പുള്ളിയെടുത്ത് പറഞ്ഞാലോ എന്നെ നായികയാക്കി ഒരു പടം എടുക്കാന്ന്. What you want? ഏതാ വന്നേ നീ? അതൊക്കെ സെറ്റാക്കി തരാം. ആ. പക്ഷെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? അതൊക്കെ പറയാം. നമ്മുടെ വല്യപ്പന്റെ അലമാരിക്കകത്ത് ഒരു സിംഗിൾ മാർട്ട് സ്കോച്ച് വിസ്കി ഉണ്ട്. അതൊന്ന് പോക്കി തരാൻ പറ്റുമോ? ആശാന്റെ ഷെൽഫിലെ കുപ്പി പൊക്കിയിരിക്കണം. നിനക്ക് വിഷമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല. അതെ, 5 മിനിറ്റ് നീ പവർ ഓഫ് ചെയ്ത് തരണം. അതൊക്കെ ഞാൻ എന്നാ നിന്റെ വേഷത്തിന്റെ കാര്യം ഞാനും ഏറ്റു. ഹലോ. ഹലോ രാഹുൽ ബ്രോ, എന്തുണ്ട്? ഹൗ ഇസ് അമേരിക്ക? പിന്നെ നല്ല സുഖ. ആരാ?
ഞാൻ നാൻസി റാണി, ഷൈമോന്റെ കസിൻ, കോട്ടയത്തെ. കാര്യം പെട്ടെന്ന് പറയൂ, ഞാൻ കസിനോയിലാണ്, ബിസിയാണ്. ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. എനിക്ക് വേണ്ടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് തരാമോ? എനിക്ക് നായികയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു. കുട്ടി, ഞാൻ ഭയങ്കര തിരക്കാണ്. ചാരിറ്റിക്ക് സമയമുണ്ട്, ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ ബുർജ് ഖലീഫ അമേരിക്ക പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ ഒരു ഓൾഡ് മാൻ വെറുതെ പറഞ്ഞതല്ലേ എല്ലാ ഹലോ രാഹുൽ, കട്ടിയല്ലേ? ഹലോ രാഹുൽ, കട്ടി. ഒത്തില്ല, ഇതില് നടക്കട്ടെ. ഓ എഴുതിട്ട് പോടാ. കറണ്ട് പോയോ? വിളിക്കണം. അയ്യോ, ഭയങ്കര വെളിച്ചം, ഒന്നും കാണാൻ പറ്റുന്നില്ലേ? ആരാ കണ്ട് ഞാൻ ചക്കരയാ. ആ, നിന്നെ തന്നെ കിട്ടണ്ടേ. അതെ, നാളത്തെ ഡയലോഗൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. ഇങ്ങോട്ട് വാടാ, വാ. കള്ളനോ? ഏത് നായിന്റെ മോനാണെങ്കിലും ഞാൻ വിടില്ല.